നമസ്കാരം. നക്ഷത്രഫലത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 2024 ജനുവരി 12 വെള്ളിയാഴ്ച, ഉത്രാട നക്ഷത്രം 3-ാം പാദം, ചന്ദ്രൻ മകരം രാശിയിൽ സഞ്ചരിക്കുന്നു. ഓരോ രാശിക്കാർക്കും ഇന്നത്തെ ദിവസം എങ്ങനെയാണെന്ന് നോക്കാം. മേടം രാശി, അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. 10-ാം ഭാവത്തിലാണ് മേടം രാശിക്കാർക്ക്, അതായത് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗക്കാർക്കൊക്കെ ചന്ദ്രൻ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് 10-ാം ഭാവത്തിലെ ചന്ദ്രൻ്റെ സഞ്ചാരം പൊതുവെ ഗുണകരമായിട്ടാണ് എന്നാണ് സങ്കല്പം. അതുകൊണ്ട് തന്നെ പ്രവർത്തന മേഖലയിൽ ഇന്നിവർക്ക് കൂടുതൽ ശോഭയോടുകൂടി പ്രവർത്തിക്കാൻ സാധിക്കുന്നു. തങ്ങളുടെ മുഴുവൻ ഇച്ഛാശക്തിയും ക്രിയാത്മകതയും തങ്ങളുടെ തൊഴിലിടത്ത് അർപ്പിക്കാൻ സാധിക്കുന്നതുകൊണ്ട് ഭാവിയിലെ ഇവരുടെ കർമ്മമേഖല കൂടുതൽ പുഷ്ടിപ്പെടുന്നതായിരിക്കും. അതിൻ്റെ തുടക്കമാണ് ഇന്ന്. അല്ലെങ്കിൽ അത്തരം സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷ വർത്തമാനം കേൾക്കാൻ സാധിക്കുന്നു. യാത്ര അതിൻ്റെ ലക്ഷ്യത്തിലെത്തുന്നു. ഇടവം രാശി, കാർത്തികയുടെ 2-ാമത്തെ മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യത്തെ അര നക്ഷത്രങ്ങൾ അടങ്ങുന്നവർക്ക് ഇന്നത്തെ ദിവസം 9-ാം ഭാവത്തിലാണ് ചന്ദ്രൻ്റെ സഞ്ചാരം. 9-ാം ഭാവത്തിൽ ചന്ദ്രൻ സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായും പ്രവർത്തനങ്ങൾക്ക് ചെറിയ തടസ്സം കാണുന്നുണ്ട്. യാത്ര ചിലപ്പോൾ മാറ്റിവെക്കേണ്ടി വന്നേക്കാം. അല്ലെങ്കിൽ തൊഴിലിടങ്ങളിൽ ഇന്ന് പോകാൻ സാധിക്കാതെ ഇരിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള തടസ്സമുണ്ടാകുകയോ ചെയ്യാം. സാമ്പത്തിക കാര്യത്തിൽ വലിയ ദോഷം കാണുന്നില്ല. അത് ഏതോ അനുഗ്രഹം പോലെ ഇന്ന് ഇവരിലേക്ക് എത്തിച്ചേരുമെന്നാണ് കാണുന്നത്. പക്ഷേ പ്രധാനമായും ശാരീരികമായ അവശത കാണുന്നത് പിതാവിനോ അല്ലെങ്കിൽ പിതൃസമാനരായ വ്യക്തികൾക്കോ കാരണവസ്ഥാനത്തുള്ളവർക്കോ ആണ്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ സംബന്ധമായ മക്കളുടെ കാര്യത്തിന് പോകാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ പ്രവർത്തിക്കാനോ ഇന്നത്തെ ദിവസം തടസ്സം കാണുന്നുണ്ട്. മറ്റൊരു ദിവസത്തേക്ക് ഇതൊക്കെ മാറ്റുന്നതാണ് കൂടുതൽ ഉചിതം. മിഥുനം രാശി, മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2-ാമത്തെ അര, തിരുവാതിര, പുണർതത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 8-ലാണ് ചന്ദ്രൻ്റെ സഞ്ചാരം. 8-ലെ ചന്ദ്രൻ്റെ സഞ്ചാരം അത്ര നല്ലതല്ല. മാത്രമല്ല ശനി ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നു, അതും ഭാഗ്യത്തിന് തടസ്സമുണ്ടാക്കും. 10-ാം ഭാവത്തിലെ രാഹു, 11-ലെ വ്യാഴം സാമ്പത്തിക നേട്ടം കാണിക്കുന്നുണ്ടെങ്കിലും പ്രവർത്തന രംഗത്ത് എന്തെങ്കിലുമൊക്കെ തടസ്സമോ ചില അവ്യക്തതകളോ ഉണ്ടാകാം. ചില ചിന്താക്കുഴപ്പങ്ങൾ കൊണ്ട് പ്രവർത്തന മേഖലയെ ഏതെങ്കിലും തരത്തിലൊക്കെ ഇന്ന് തടസ്സപ്പെടുത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. കർക്കിടകം രാശി, കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർതത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം 7-ാം ഭാവത്തിലാണ് ചന്ദ്രൻ്റെ സഞ്ചാരം. പുണ്യപ്രവർത്തനങ്ങൾക്കും മറ്റ് ജീവിത സാഫല്യങ്ങൾക്കുമൊക്കെ അനുകൂലമായ ദിവസമാണ്. യാത്ര വളരെ മംഗളകരമായി പര്യവസാനിക്കുമെന്ന് കാണുന്നു. ബന്ധപ്പെട്ട വ്യക്തികളെ, ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തികളെ കാണാൻ സാധിക്കും. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ വാർത്ത കേൾക്കാം. അല്ലെങ്കിൽ പ്രണേതാക്കൾക്കും പ്രണയിനികൾക്കും കൂടുതൽ സന്തോഷകരമായൊരു ദിവസമാകാം ഇന്ന്. കൂടിച്ചേരലുകൾ, മറ്റു സമാഗമങ്ങളെല്ലാം ഇന്ന് വിജയത്തിലെത്തും. സാമ്പത്തികമായ നേട്ടം കാണുന്നുണ്ട്. ചിങ്ങം രാശി, മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 6-ലാണ് ചന്ദ്രൻ്റെ സഞ്ചാരം. 6-ലെ സഞ്ചാരവും ദോഷമല്ല. ശത്രുക്കളിൽ നിന്നുള്ള മോചനം, ഏതെങ്കിലും തരത്തിലുള്ള വെറുപ്പ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള മടി, ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിനൊക്കെ ഒരു മാറ്റം വരുന്ന ദിവസമാണെന്ന്. അതുകൊണ്ട് പ്രവർത്തന മേഖല കൂടുതൽ മികവുള്ളതാകുന്നു. സാമ്പത്തികമായ നേട്ടം അവിടെ നിന്ന് വരുന്നതായിട്ട് കാണുന്നു. കടബാധ്യതയിൽ നിന്ന് മോചനമുണ്ട്. ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിലുള്ള അരിയേഴ്സ് മറ്റെന്തെങ്കിലുമൊക്കെ കിട്ടാനുണ്ടായിരുന്നു സ്ഥാപനത്തിൽ നിന്നെങ്കിൽ അതെല്ലാം കിട്ടാനുള്ള ഒരു സാധ്യത ഇന്നത്തെ ദിവസം കൂടുതലാണ്. മുടങ്ങിക്കിടന്നിരുന്ന യാത്ര, മുടങ്ങിക്കിടന്നിരുന്ന പ്രവൃത്തികൾ, ഇതിനൊക്കെ അനുകൂലമായ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നു. കന്നിരാശി, കന്നിരാശിക്കാരിൽ വരുന്ന നക്ഷത്രങ്ങളെന്ന് പറയുന്നത് ഉത്രത്തിൻ്റെ 2-ാമത്തെ മുക്കാൽ ഭാഗം, അത്തം, ചിത്രയുടെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം 5-ാം ഭാവത്തിലെ ചന്ദ്രൻ്റെ സഞ്ചാരം ഭാഗ്യത്തിന് ചെറിയ പ്രതികൂലമായ അവസ്ഥകൾ സമ്മാനിക്കുമെന്ന് കാണുന്നുണ്ട്. സന്താനങ്ങൾക്കും ചെറിയ ശാരീരിക അവശത കാണുന്നു. ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ അവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ യാത്ര വിജയകരമായി അവസാനിക്കുമെന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭാഗ്യവും സാമ്പത്തിക നേട്ടത്തിൻ്റെ കാര്യത്തിൽ ഭാഗ്യം അനുഗ്രഹമായി മാറുന്ന ഒരു അവസ്ഥ കാണുന്നു. ശ്രദ്ധിക്കേണ്ടത് സന്താനങ്ങളുടെ ചെറിയ ശാരീരിക അവശതയാണ്. അത് വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിലോ മറ്റോ മുടക്കം വരുത്താനുള്ള ഒരു അവസ്ഥ കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകം കരുതലെടുക്കുക അവരുടെ ആരോഗ്യ കാര്യങ്ങളിൽ. തുലാം രാശി, തുലാം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ 2-ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. 4-ാം ഭാവത്തിലാണ് ചന്ദ്രൻ്റെ സഞ്ചാരം. മറ്റ് അനുകൂല ഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന വ്യാഴവും അതുപോലെ ശനിയും ഒക്കെ ഇവരെ അനുഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്.
അതുപോലെ തന്നെ 12-ൽ സഞ്ചരിക്കുന്ന കേതു ധനപരമായിട്ട് കൂടുതൽ ചെലവ് വരുത്തുമെന്ന് കാണുന്നു. എന്നാൽ ഇവിടെ 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചന്ദ്രൻ ഇവർക്ക് ശാരീരികമായ ചില അവശതകൾ കൂടി വരുത്താനുള്ള സാധ്യതയുണ്ട്. മാതാവിന് ചെറിയ ദോഷമുണ്ടാവുകയോ വാഹന സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ കൊണ്ട് യാത്ര മുടങ്ങുകയോ ചെയ്തേക്കാം. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം 3-ാം ഭാവത്തിലാണ് ചന്ദ്രൻ്റെ സഞ്ചാരം. ശാരീരികമായി ദോഷങ്ങൾ 4-ാം ഭാവത്തിലെ ശനിയും അതുപോലെ 6-ലെ വ്യാഴം സാമ്പത്തിക കാര്യങ്ങളിലും വിഘ്നം വരുത്തുന്നുണ്ടെങ്കിലും ഇന്നത്തെ ദിവസം പൊതുവെ ഊർജ്ജസ്വലമായതിനാൽ അതെല്ലാം മറന്ന് തങ്ങളുടെ പ്രവർത്തന മേഖലയെ കൂടുതൽ സഹായിക്കുന്ന തരത്തിൽ വളരെ മികവുറ്റ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു ദിവസമായിട്ടാണ് ഇന്ന് കാണുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടവും പ്രവർത്തനങ്ങളിൽ നല്ല വിജയവും കാണുന്നു. ഏറ്റവും അടുപ്പമുള്ള വ്യക്തികൾ, സുഹൃത്തുക്കൾ, അതുപോലെ ബന്ധുക്കൾ, സഹോദരങ്ങൾ ഇതെല്ലാം തന്നെ ഇവരോട് നന്നായി ഇണങ്ങി പ്രവർത്തിക്കുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗമാണ്. 2-ലാണ് ചന്ദ്രൻ സഞ്ചരിക്കുന്നത്. ബാക്കി അനുകൂല ഘടകങ്ങൾ ശനിയും വ്യാഴവും ഒക്കെ സമ്മാനിക്കുന്നുണ്ട്. 4-ാം ഭാവത്തിലെ രാഹുവിൻ്റെയും അതുപോലെ 2-ലെ ചന്ദ്രൻ്റെ കാര്യം കൂടെ കോർത്തിണക്കി വേണം ചിന്തിക്കാൻ. 2-ാം ഭാവം വീട്ടിൽ ചെറിയ പ്രശ്നങ്ങളോ തങ്ങളുടെ വാക്ക് തന്നെ ശത്രുവാകുന്നൊരവസ്ഥയൊക്കെ കാണുന്നുണ്ട്. 4-ലെ രാഹുവും കൂടെ ചേർക്കുമ്പോൾ കുടുംബത്ത്, തൊഴിലിടത്ത് ഒക്കെ എവിടെ പ്രവർത്തിക്കുന്നോ ആ ഇടങ്ങളിലെല്ലാം തന്നെ വളരെ സൂക്ഷിച്ച് വാക്ക് ഉപയോഗിക്കണമെന്ന് കാണുന്നു. പ്രവർത്തനങ്ങളിൽ ആവശ്യമില്ലാത്ത വികാരാധിക്യമോ മറ്റു തരത്തിലുള്ള മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളോ പാടില്ല എന്ന് കാണുന്നു. അല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മറ്റുള്ളവരുടെ മനസ്സിനെ വിഷമിപ്പിക്കാതിരിക്കുക. സാമ്പത്തിക നേട്ടം ഇന്നത്തെ ദിവസം പ്രത്യേകമായിട്ടുണ്ട്. മകരം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2-ാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. ജന്മത്തിലാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ സഞ്ചരിക്കുന്നത്. ജന്മത്തിലെ സഞ്ചാരം ഗുണകരമായിട്ടാണ് ആചാര്യന്മാരുടെ പക്ഷം. അതനുസരിച്ച് മകരം രാശിയിൽ വ്യാഴം 4-ലൊക്കെ സഞ്ചരിക്കുന്നുണ്ട്. അതുകൊണ്ട് പൊതുവെ അല്പം ഗുണമുണ്ട്. 11-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രനും ബുധനുമൊക്കെ ഗുണത്തെ സമ്മാനിക്കുന്നു. അതുകൊണ്ട് സാമ്പത്തികമായ നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, തങ്ങളുടെ തന്നെ കാഴ്ചപ്പാടിലെ മാറ്റം കൊണ്ട് പ്രവർത്തനങ്ങളിൽ കൂടുതൽ ദീപ്തമായൊരവസ്ഥ ഉണ്ടാകാനിടയുണ്ട്. ബുദ്ധിശക്തി വർദ്ധിക്കുന്ന തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ ഇവരുടെ പ്രകടനത്തെ കൂടുതൽ മികവുറ്റതാക്കുന്നു. അങ്ങനെ എംപ്ലോയറുടെ അടുത്തും, അതായത് മേലധികാരികൾക്കും സഹപ്രവർത്തകർക്കും ഇവരെക്കുറിച്ചുള്ള മതിപ്പ് വർദ്ധിക്കാനിടയാകുന്നു. സാമ്പത്തിക നേട്ടവും പ്രവർത്തന വിജയവും ഒപ്പമുണ്ട്. കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2-ാമത്തെ അര, ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യത്തെ മുക്കാൽ ഭാഗം. 12-ാം ഭാവത്തിൽ ചന്ദ്രൻ സഞ്ചരിക്കുന്നതിനാൽ ചിലവ് വർദ്ധിച്ചിരിക്കാനുള്ള സാധ്യതയാണ് പ്രധാനമായ ഒരു ന്യൂനത. സാമ്പത്തികമായ കുറവ് ചിലവ് വർദ്ധിപ്പിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. അങ്ങനെയും ചിന്തിക്കണം. സാമ്പത്തികമായിട്ടുള്ള വരവ് കുറയാനാണ് സാധ്യത കൂടുതൽ. കാരണം ജന്മശനിയും 3-ലെ വ്യാഴവുമൊക്കെ സാമ്പത്തിക പരിങ്ങലിനെ നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ 12-ലെ ചന്ദ്രനും ഇവരുടെ വരവിനെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് എങ്ങനെയും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ തക്കമുള്ള പ്രവർത്തന മേഖല കണ്ടുപിടിക്കുക, അവിടെയുള്ള തടസ്സങ്ങൾ മാറ്റുക. മറ്റു ദോഷങ്ങളൊന്നും തന്നെ കാണുന്നില്ല. തങ്ങളുടെ തന്നെ ചിന്താശക്തിയുടെ കുറവ്, തങ്ങളുടെ ആസൂത്രണത്തിലെ പോരായ്മ ഇതെല്ലാം തന്നെയാണ് സാമ്പത്തികമായ ക്രമീകരണങ്ങൾക്ക് ദോഷം സംഭവിപ്പിക്കുന്നതും പ്രവർത്തന മേഖലകളിൽ മങ്ങലേൽപ്പിക്കുന്നതും. അത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുക. മീനം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. 11-ാം ഭാവത്തിലാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ്റെ സഞ്ചാരം. 2-ൽ വ്യാഴവും സഞ്ചരിക്കുന്നുണ്ട്. അതുകൊണ്ട് സാമ്പത്തികമായിട്ട് ഗുണമുള്ള ദിവസമായിട്ട് വേണം ഇന്നത്തെ ദിവസത്തെ കണക്കാക്കാൻ. മീനം രാശിക്കാർക്ക് പ്രവർത്തനങ്ങളിൽ മികവ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ കുടുംബത്തിൽ ചില ഒളിച്ചുകളികൾ നടത്തുന്നത് കൊണ്ട് അല്ലെങ്കിൽ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ മനസ്സ് വിഷമിക്കുന്നൊരു കാലഘട്ടം കൂടിയാണ്. ശാരീരികമായ അവശതയും ഇൻഫെക്ഷന് സാധ്യതയുള്ള ഒരു അവസ്ഥയും ഒക്കെ കാണുന്നുണ്ട് ജന്മത്തിൽ രാഹു സഞ്ചരിക്കുന്നത് കൊണ്ട്. പക്ഷേ ചന്ദ്രൻ 11-ൽ നിൽക്കുന്നത് കൊണ്ട് എല്ലാ അർത്ഥത്തിലും ഇന്നത്തെ ദിവസം ഇവർക്ക് ഗുണകരമാണ്. സാമ്പത്തിക നേട്ടം, പ്രവർത്തന വിജയം, തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികളെ കാണാനും ഒരുമിച്ച് പ്രവർത്തിക്കാനും ഒക്കെയുള്ള അവസരമാണ് ഇന്ന് മീനം രാശിക്കാർക്ക്. നക്ഷത്രപരം ഇതോടുകൂടി ഇവിടെ പൂർണ്ണമാവുന്നു. എല്ലാവർക്കും ഐശ്വര്യസമൃദ്ധവും സന്തോഷകരവുമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും കാണാം അടുത്ത ദിവസം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.